ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കരിക്ക് വെച്ച് ഗ്ലാസ് ലെയർ പുഡിംഗ് ഉണ്ടാക്കാം. അതിനായി ആദ്യം 2 ബൗൾ എടുക്കാം. ആദ്യത്തെ ബൗളിലേക്ക് 1/2 കപ്പ് തണുത്ത വെള്ളവും രണ്ടാമത്തെ ബൗളിലേക്ക് 1/4 കപ്പ് തണുത്ത വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ ജലാറ്റിനും രണ്ടാമത്തെ കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ ജലാറ്റിനും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കുതിരാൻ വേണ്ടി രണ്ടും സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നല്ല കരിക്കിൻ്റെ കാമ്പെടുക്കാം. നല്ല സോഫ്റ്റുള്ള കാമ്പാണ് ആവശ്യമുള്ളത്. ഇത് ചെറുതായി മുറിച്ചതിന് ശേഷം 1 കപ്പ് മാറ്റി വെക്കാം. ഇനി ഒരു വലിയ ബൗളെടുത്ത് അതിലേക്ക് 2.5 കപ്പ് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തന്നെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ മധുരം കുറഞ്ഞതിനാലാണ് ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങളുടെ കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി ആദ്യം കുതിരാൻ വേണ്ടി വെച്ച ജലാറ്റിൻ എടുത്ത് ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്ത് നന്നായി ഉരുക്കിയെടുക്കാം. നന്നായി ഉരുകി വന്നതിന് ശേഷം ചൂട് കുറയാനായി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കണം. ചൂട് കുറഞ്ഞതിന് ശേഷം കരിക്കും വെള്ളത്തിലേക്ക് ആ ജലാറ്റിൻ മുഴുവനായി ചേർക്കാവുന്നതാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാ വശത്തേക്കും എത്തുന്നത് മാതിരി മുഴുവനായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് നേരത്തെ 1 കപ്പ് ഇളനീറിൻ്റെ കാമ്പ് കട്ട് ചെയ്ത് വെച്ചതും കൂടി മുഴുവനായി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ആദ്യത്തെ ലെയർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു സെറ്റാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ ലെയറിനുള്ള പണി തുടങ്ങാം. അതിനായി 2 കപ്പ് ഇളനീർ ജ്യൂസാണ് എടുക്കേണ്ടത്. ഇത് കരിക്കിൻ്റെ വെള്ളവും കാമ്പും കൂടി മിക്സിയിൽ ജ്യൂസ് അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് മധുരത്തിനാവശ്യമായി മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒട്ടും തന്നെ ചേർക്കുന്നില്ല. മിൽക്ക് മെയ്ഡാണ് മധുരത്തിനാവശ്യമായി ചേർക്കുന്നത്. അതിനാൽ തന്നെ ഇത് വളരെയധികം ടേസ്റ്റ് കൂടുതലാണ്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ടാമത്തെ കുതിരാൻ വേണ്ടി വെച്ച ജലാറ്റിനും കൂടി ഉരുക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെയറും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് ഒന്നാമത്തെ ലെയർ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റാൻ വെച്ചതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതും കൂടി സെറ്റാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ഓടെടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കാഷ്യും കൂടി ഇട്ട് നന്നായി ലാസ്റ്റ് ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. നന്നായി വറുത്ത് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ചൂട് കുറയാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂട് കുറഞ്ഞാൽ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്ത ഈ പൊടി പുഡിങ്ങിൻ്റെ മുകളിലായി വിതറി കൊടുക്കാം. അങ്ങനെ ഇവിടെ പുഡിംഗ് തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.